മുഖ്യപ്രതിഷ്ഠ പൂർണ്ണമായും ജലത്തിലുള്ള അത്യപൂർവമായ ഒരു പുണ്യപുരാതന ക്ഷേത്രമുണ്ട് മലപ്പുറത്ത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രതിഷ്ഠ ദർശനമുള്ള അരക്കുംപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. ഒരു അത്ഭുത പ്രതിഭാസം കൂടിയാണ് ഈ ക്ഷേത്രം. പഞ്ചപാണ്ഡവരുടെ പാദസ്പർശമേറ്റ ഇടമാണിതെന്നും ഭക്തർക്കിടയിൽ വിശ്വാസമുണ്ട്, ഐതിഹ്യമുണ്ട്. പൂർണ്ണമായും ജലത്തിലുള്ള ഏവരെയും വിസ്മയിപ്പിക്കുന്ന ക്ഷേത്രമാണ് അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. ഗംഗാജലത്തിലൂടെയാണ് മടങ്ങുന്നത് എന്നതുകൂടിയാണ് ഇവിടുത്തെ ഐതിഹ്യം. പൂർണ്ണമായും മുഴുവൻ സമയവും ജലത്തിലുള്ള ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹം 2 ശിലകൾ കൂടിച്ചേർന്ന നിലയിലാണുള്ളത്. വിഗ്രഹം, പീഠം, ഉപപീഠം, ബലിക്കല്ലുകൾ, നമസ്കാര മണ്ഡപം എന്നിവയെല്ലാം ജലത്തിൽ. തൊഴാൻ ഓരോ ഭക്തരും പോകേണ്ടത് കാൽമുട്ടിനൊപ്പമുള്ള വെള്ളത്തിലൂടെ. ഗംഗാ സാന്നിധ്യമുള്ള ജലമാണിതെന്നാണ് ഐതിഹ്യം. എല്ലാ ആഴ്ചയും വരലുണ്ട്, എല്ലാ ദിവസങ്ങളിലും കാര്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും വരലുണ്ട്. ഇവിടെ എന്ത് വിചാരിച്ചാലും നടക്കും. ശിവരാത്രി ദിനത്തിൽ വെള്ളം പൂർണ്ണമായും വറ്റിച്ച് അർദ്ധരാത്രി ജലാഭിഷേകം നടക്കുമ്പോൾ മാത്രമേ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ ദർശിക്കാനാകൂ എന്നതാണ് പ്രത്യേകത. മണിക്കൂറുകൾക്കു ശേഷം വീണ്ടും പ്രതിഷ്ഠ ജലവാസത്തിലേക്ക് മാറും. ശിവരാത്രി നാളിൽ രാത്രിക്ക് നമ്മൾ ജലം വറ്റിച്ച് ഉള്ളിൽ പനന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം നടത്താറുണ്ട്. കടുത്ത വേനലിൽ പോലും ശ്രീകോവിലിനുള്ളിൽ നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ്, അന്ന് മോട്ടോർ വെച്ച് വെള്ളം വറ്റിച്ചിട്ടാണ് അഭിഷേകം നടത്തുന്നത്. അഭിഷേകം കഴിയുന്നതോടുകൂടി ഏകദേശം 1.5 മണിക്കൂർ ആ പൂജയ്ക്കുള്ള സമയം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും ശിവലിംഗം പൂർണ്ണമായിട്ടും വെള്ളത്താലും മൂടിപ്പോകും. ജലാധിവാസം ചെയ്യുന്ന ദേവസങ്കല്പത്തിനു പുറമെ നാലമ്പലത്തിനുള്ളിൽ തട്ടകത്തമ്മയായ തിരുവിളയനാട് കാവിലമ്മയുടെ സാന്നിധ്യവുമുണ്ട്. പഞ്ചപാണ്ഡവർ ആരാധന നടത്തിയ ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ പാദസ്പർശമേറ്റിട്ടുണ്ട് എന്നും ആദിശങ്കരൻ ഉത്സവം ചിട്ടപ്പെടുത്തി എന്നുമെല്ലാം ഐതിഹ്യമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്നത്. கேரளாவில் அர்த்தநாரீஸ்வரர் கோயில்னு சொல்லி யூடியூப்பில் நாங்கள் பார்த்தனால இங்கே நாங்கள் எங்கள் குழுவோடு சேர்ந்து சாமி கும்பிட வந்திருக்கோம். இது மாதிரி ஒரு பழமையான டெம்பிளை நாங்கள் பார்த்தது கிடையாது. ക്ഷേത്രത്തിനു മുന്നിൽ ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ ധ്വജം മുതൽ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും അത്ഭുതങ്ങളാണ് ഉള്ളത്. ക്ഷേത്രം നിലനിൽക്കുന്ന അരക്കുപറമ്പിനുമുണ്ട് മഹാഭാരത ഇതിഹാസവുമായി ബന്ധം. പാണ്ഡവർക്കായി നിർമ്മിച്ച് ദുര്യോധനൻ അഗ്നിക്കിരയാക്കിയ അരക്കിലം ഇവിടെയായിരുന്നുവെന്നും ആയതിനാൽ ഈ ഗ്രാമത്തിന് അരക്കുപറമ്പ് എന്ന പേര് ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇവയ്ക്ക് പുറമെ ഭീമനാട്, കുന്തിപ്പുഴ, പാണ്ഡവൻപാറ, പാത്രക്കടവ് എന്നിവയെല്ലാം അരക്കുപറമ്പിന്റെ സമീപ സ്ഥലനാമങ്ങളാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ അത്ഭുത ക്ഷേത്രത്തിലെത്തും. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.